ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ദിവസത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷം. അതേ ദിവസം അരച്ച് വെച്ച മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് തന്നെ ആദ്യം ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മാവൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ടിട്ട് അത് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പാൽ ചായയും ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റതും ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കുന്നതാണ് കേട്ടോ നല്ല ഇഷ്ടം. അങ്ങനെ നല്ല ആവി പറക്കണ കട്ടനൊക്കെ എടുത്തു. അപ്പോൾ 2-3 റസ്ക്കും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് പിന്നെ അപ്പത്തിന് കുറച്ച് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടല വറുത്തരച്ച് വെക്കണ കറിയാണ്. അപ്പോൾ കടല തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. കൂടെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു അടുപ്പിൽ തേങ്ങ വറുത്തെടുക്കുമ്പോഴേക്കും മറ്റൊരു അടുപ്പിൽ ഞാൻ വെള്ളപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഒരു വിധം മൂപ്പായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടലയൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കുറച്ചിങ്ങനെ ഒരു ഉപ്പേരി പോലെ ആക്കി കൊടുക്കാൻ. പിന്നെ വെന്ത കടലയിൽ 2 സബോള, ചെറിയ സബോള കേട്ടോ, പിന്നെ 2-3 തക്കാളി, കുറച്ച് പച്ചമുളക് ഒരു 3-4 പിന്നെ 2 ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി വീണ്ടും ഒരു വിസിലും കൂടെ അടിക്കും. പിന്നെ പൊടികളും ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീസ്പൂൺ കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ ഒരു എരിവിന് ആവശ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില സമയത്ത് ഞാൻ തേങ്ങ വറുക്കുമ്പോഴും ഈ പൊടികളൊക്കെ ഇട്ട് ചൂടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ കറിക്കുള്ള ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കറിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മളിവിടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ആ അരപ്പും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്ന് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടുകും പെരിഞ്ചീരകവും ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ടാണ് താളിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടൊക്കെ ഇടാം കേട്ടോ. കടലയും ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ ചിലർക്കൊക്കെ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറി താളിക്കുമ്പോഴും വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതങ്ങോട്ട് ആ ചട്ടിയിൽ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തരച്ച കടലക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കില്ല പലഹാരത്തിനൊക്കെ. അപ്പോൾ ചോറിന് എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ മസാലക്കറികളൊന്നും. അപ്പോൾ പലഹാരത്തിനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കടല മാറ്റി വെച്ചിരുന്നു പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വറവിട്ടെടുക്കാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സബോള എടുത്തിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു പച്ചമുളക് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആക്കി കൊടുക്കാനാണ്. അപ്പോൾ ഒരുപാട് എരിവ് ഇടണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് പിന്നെ കുറച്ച് നല്ലപോലെ അങ്ങോട്ട് അത് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതെല്ലാം ഇട്ട് കൊടുത്ത് ഒക്കെ ഒരു നല്ലപോലെ ബ്രൗൺ കളർ ആയതിന് ശേഷം കുറച്ചൊരു മുളക് പൊടി ഇട്ട പേരിന് മാത്രം, കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഒരു ശേഷം ഗരം മസാല ഇട്ടാൽ ഈ 3 പൊടികളും പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന വെന്ത കടലയുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് മാത്രമല്ല വെറുതെ കഴിക്കാനും നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആക്കി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കറി വെച്ചാലൊന്നും അതിലെ കടലയൊന്നും ആരും അങ്ങനെ എടുത്ത് കഴിക്കില്ല. കടല ഇതേപോലെ തോരനൊക്കെ ആക്കിയാൽ നല്ലപോലെ എടുത്ത് കഴിക്കണ്ട. അപ്പോൾ ഒരു കോളിംഗ് ബെല്ലിന് സൗണ്ടാണ് കേട്ടോ കേട്ടത്. പുറത്തൊരാൾ വന്നതാണ്, ഞാൻ നോക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി കടല തോരനൊക്കെ ആയിട്ടുണ്ട്. കടല പുഴുക്ക് എന്നും പറയില്ലേ. പിന്നെ കുട്ടികൾക്ക് വേഗം ഞാൻ കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാനും കഴിക്കും. എനിക്കും രാവിലെ പെട്ടെന്ന് ഒരു വയറ് കളിച്ചും വിശപ്പൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അപ്പവും കടലക്കറിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തോട്ടത്തിൽ പോകാൻ കേട്ടോ. അപ്പോൾ അയാൻകുട്ടി കഴിക്കാൻ കൊടുത്തപ്പോൾ എന്നെ വീഡിയോ എടുക്ക്, ഞാൻ പാല് കുടിക്കുന്നത് വീഡിയോ എടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അവന് പാല് കൊടുത്തപ്പോൾ അതിൽ കുറച്ച് മധുരം കുറഞ്ഞു പോയി പറഞ്ഞിട്ട് അവൻ മാറ്റി വെച്ചോട്ടാ. സംഭവം ഞാൻ നോക്കിയപ്പോഴേ മനസ്സിലായത് മധുരം കുറഞ്ഞതല്ല, പാല് എന്തൊരു ചെറിയൊരു പുളിമണം പോലെ വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പുതിയ ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പഴയ ഫോണ്. അതിൻ്റെ അവസ്ഥ ഇതുപോലെയൊക്കെയാണ് കേട്ടോ. ഒരുപാട് സ്ക്രാച്ചൊക്കെ ഉണ്ട്. ഇന്ത്യൻ്റെ ഭൂപടം പോലെയാണ് കേട്ടോ ഡിസ്പ്ലേ ഇപ്പോൾ കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്ര കാലം മുതലും ഈ ഫോണിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ 2 ചാനൽ ഉണ്ടാകുമ്പോഴും ഞാൻ ഈ ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഫോണിൻ്റെ കവറൊക്കെ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫോണിൻ്റെ കവറിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു 100 രൂപ ഒരു 50 രൂപയൊക്കെ ഞാൻ എന്നും വെക്കാറുണ്ട് കേട്ടോ. എത്രയെന്ന് കണക്കൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയി ചിലപ്പോൾ എന്നും നമുക്ക് GPay വർക്ക് ചെയ്യണം എന്നില്ല, ചിലപ്പോൾ GPay ഇല്ലാത്ത അവസരങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും ഞാൻ അധികം എടുക്കില്ല കേട്ടോ. എപ്പോഴും ഞാൻ ഇതുപോലെ ഒരു 100 രൂപ 50 രൂപ അങ്ങനെ എത്രയെങ്കിലും ഞാനിങ്ങനെ എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ പുറകിൽ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും കവറിലൊക്കെ ഇങ്ങനെ പൈസയൊക്കെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മീൻ കറി വെക്കാനാണ് കേട്ടോ അടുത്ത പരിപാടി. കുറച്ച് കടൽക്കണ്ണ മീൻ തലേ ദിവസം വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. മുറിച്ചിട്ട് കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മീൻ പൊരിച്ചാലും ടേസ്റ്റാണ്, കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നൊരു മുളക് കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവവും കൂടി തക്കാളി, സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ കുടംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഒന്ന് കുതിർന്നങ്ങോട്ട് കിട്ടിട്ട പെട്ടെന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അങ്ങോട്ട് തിളയ്ക്കുമ്പോഴേക്കും ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് കറിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കലും അതൊക്കെ മെല്ലെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കി പൊരിക്കാനുള്ളതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് ഇനി പാലെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ മീൻ പൊരിക്കുക, ചോറ് കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബസ്സിനുള്ള പൈസ 10 രൂപ അത് റെഡിയാക്കി വെച്ചിട്ടോ നേരത്തെ തന്നെ. പിന്നെ പേഴ്സ് എന്തായാലും എടുക്കും, ഫോണൊക്കെ ഇട്ട് വയ്ക്കാൻ. പിന്നെ അത് അയാൻകുട്ടിൻ്റെ പാലാണ്, അതിന് വന്നിട്ട് ഇനി എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ കളയാൻ. കാരണം ഒരേ ധൃതിയാണ് കേട്ടോ, തിരക്കിട്ടിട്ട് പണികളാണ് കേട്ടോ ഈ സമയത്തൊക്കെ. 9:13 ആകുമ്പോഴേക്കും ബസ് വരും. അപ്പോൾ അതാ ഞാൻ ഡോറൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പാലെടുക്കാൻ പോകുമ്പോൾ മരുദൂർ സൈഡ് പോകുമ്പോൾ ഈ ബസ്സിൽ തന്നെയാണ്. അത് ഈ ബസ് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കേട്ടോ പോവുക. അപ്പോൾ എനിക്ക് 9:45 ആകുമ്പോഴേക്കും റെഡിയായാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വെട്ടി അവിടെയാണല്ലോ പോകുന്നത്, പൂക്കോട് ഭാഗത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9:05 ആകുമ്പോഴേക്കൊക്കെ എനിക്ക് റെഡി ആവണം കേട്ടോ. അങ്ങനെ ഞങ്ങളത് അവിടെയൊക്കെ എത്തി കളരി അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളുടെ തോട്ടത്തേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇതേപോലെ ഇവിടെ ഒരു കളരി ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു മയിൽ നിന്ന് പീലി വിടർത്തുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അയാൻകുട്ടിനെ വേഗം വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനും വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ടാണ് തോന്നുന്നു മയിൽ പെട്ടെന്ന് പീലി വിടർത്തി എന്നതൊന്ന് താഴ്ത്തിയിട്ട് അതുമെല്ലാം അവിടെ നിന്ന് പോയിട്ടാ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ കാണാനൊക്കെ. ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ മയിൽ ഇങ്ങനെ വന്ന് പീലി വിടർത്തി നിൽക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഞാനും അയാൻകുട്ടിയും കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടേ ഞങ്ങൾ അങ്ങനെ തോട്ടത്തിൽ പോവുകയാണ് കേട്ടോ. പാലെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ വരിക, സ്കൂട്ടിയിലാണ് വരിക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കളരി അമ്പലം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും അറ്റത്താണ് ഞങ്ങളുടെ റബ്ബർ തോട്ടവും പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഷെഡും ഞങ്ങൾ നേരത്തെ താമസിച്ച വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ റബ്ബർ തോട്ടം ഞങ്ങളുടെ തോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോൾ തോട്ടത്തിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ അയാൻകുട്ടിക്ക് വഴിയൊക്കെ നല്ല ബൈഹാർട്ടാണ് കേട്ടോ. അവനൊക്കെ ഇവിടെ വിട്ടാൽ എങ്ങനെയും കണ്ണടച്ച് വേണമെങ്കിലും അവൻ നടന്നോളും കേട്ടോ. ആൾക്ക് അത്രയും എക്സ്പീരിയൻസാണ് ഈ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നിട്ട്. അപ്പോൾ പൊന്തയൊക്കെ നല്ലപോലെ ഉണ്ട്, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പൊന്തകളൊക്കെ ഇങ്ങനെ വെട്ടിത്തരും. അതിനവിടെ തോട്ടത്തിൻ്റെ പണിക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുല്ലൊക്കെ കരിഞ്ഞു പോകാനുള്ള മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് മേടിക്കും. പക്ഷേ എനിക്ക് ചേരനെ നല്ല പേടിയാണ് കേട്ടോ. അധികം ഇവിടെ ചേരയാണ് ഉണ്ടാവുക. അത് നമ്മളെ കാണുമ്പോഴേക്കും അത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടൊരു ഓട്ടമുള്ള, അത് നമ്മളെ കണ്ടിട്ട് പേടിച്ചോടണം. പക്ഷെ നമ്മളും അതിനേക്കാൾ അപ്പുറം പേടിച്ചോടണ്ടേ. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഷെഡ് കണ്ടില്ല, ഈ തോട്ടത്തിൻ്റെ അറ്റത്താണ്.
അപ്പോൾ ഷീറ്റൊക്കെ അവിടെ തലേ ദിവസത്തെ വെട്ടിയ ഷീറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയത് അയാൻകുട്ടിക്ക് നല്ല വിശപ്പായിട്ട്, അപ്പോൾ ഞാനിങ്ങനെ അവനക്കൊരു വെള്ളപ്പവും കുറച്ച് കറിയൊക്കെ ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒക്കെ വരുമ്പോഴേക്കും ഇവിടെ വീട്ടിൻ്റെ അവിടെ വെട്ടിയ പാലൊക്കെ എടുക്കണം കേട്ടോ. ഈ ഭാഗത്തുള്ള പാലൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ പാലെടുക്കുമ്പോൾ ഇവൻ്റെ നോട്ടം എനിക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ ഈ കോലായിലിരുന്ന് ഇങ്ങനെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറി ഇനിതാ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അയാൻകുട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണം. എൻ്റെ പഴയ ഫോണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിങ്ങനെ ലുഡോ ഒക്കെ എടുത്ത് കൊടുത്ത് അവൻ അതും കളിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പാലെടുക്കൽ പണിയൊക്കെ കഴിഞ്ഞതാ തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി. പിന്നെ മീൻ പൊരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളതാ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഞാനും ഇക്കയും അയാൻകുട്ടിയും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇത് കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ. അത് എന്നും തോട്ടത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാനും ഇതുപോലെ ചോറൊക്കെ തിന്നുമ്പോൾ ഒരു മുളകൊക്കെ കടിച്ചിട്ടാണ് കേട്ടോ ചോറ് കഴിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.